ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ ജോബിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടതും ഈ ഒരു ഡാറ്റ എൻട്രീനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രീനെ പറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയും കുറച്ച് എക്സ്പീരിയൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ മണി മേക്കിംഗ് സൈറ്റുകളിൽ ഈ ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് വളരെ ഡിമാൻഡ് കൂടി ഒന്നാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കത് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ അത് ഫുൾ ടൈം ആയിട്ടും ചെയ്യാം. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡാറ്റ എൻട്രി എന്നാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും ചിന്താഗതി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡ് ഈ ഒരു ഡാറ്റ എൻട്രിയിലേക്ക് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ എൻട്രി ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എൻ്റെയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ എൻട്രി ജോബ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു 3-4 ടൈപ്പ് ഈ ഒരു ഡാറ്റ എൻട്രി ഉണ്ട്. ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ഒന്ന് ഇൻവെസ്റ്റ് വേണ്ടാത്തതുണ്ട്, പിന്നെ ടാർജറ്റ് ഉള്ളതുണ്ട്, അത് ഡെയിലി ടാർജറ്റ്, പിന്നെ ഡെയിലി ടാർജറ്റ് ഇല്ലാത്തതുണ്ട്. അങ്ങനെ ഒരു 4 ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഡാറ്റ എൻട്രി ജോബ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ നേരത്ത് ഇൻവെസ്റ്റ് ഇല്ലാത്ത, ഈ ഡെയിലി ടാർജറ്റ് ഇല്ലാത്ത ഈ ഒരു ഡാറ്റ എൻട്രി മാത്രം സെലക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡാറ്റ എൻട്രി ഫീൽഡിൽ തന്നെ ഒരു 50% ഫേക്കും അതുപോലെ തന്നെ ഒരു 50% റിയലും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫേക്ക് ഏതാണ് റിയൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, ഇപ്പോൾ ഒരു ബിഗിനറിനെ മനസ്സിലാക്കിയെടുക്കാൻ നല്ല പാടാണ്. അതല്ല കുറച്ച് ഒരു അറിയുന്ന ആൾക്കാർക്ക് ആണെങ്കിലും അത് മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു URL ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻട്രി ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു ഇൻവെസ്റ്റ് ഇല്ലാത്തത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ് ഉള്ളതുണ്ട്, അത് നല്ല നല്ല കമ്പനീസ് ആണെങ്കിൽ, നമ്മൾ കേട്ടുപരിചയമുള്ള വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പുതിയതായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അത് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ഡാറ്റ എൻട്രി ഫീൽഡിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് മാത്രം സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മെയിൻ ഒരു പോയിന്റ് ആണ് ഡെയിലി ടാർജറ്റ്. ഇപ്പം ചില സൈറ്റുകൾ അല്ലെങ്കിൽ ചില ഡാറ്റ എൻട്രി ജോബിലൊക്കെ ഈ ഒരു ഡെയിലി ടാർജറ്റ് ഉണ്ടാവും. അപ്പം ഈ ഡെയിലി ടാർജറ്റിൽ നമുക്ക് എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഡെയിലി ഒരു 1000 മുതൽ ചിലപ്പോൾ ഒരു 3000, 5000 റേഞ്ച് വരെ നമുക്ക് കിട്ടാം. പക്ഷേ ഈ ഡെയിലി ടാർജറ്റ് ആ ഒരു എമൗണ്ട് നോക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ടഫുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഏകദേശം പറഞ്ഞാൽ ഒരു 10-30 പേജ് ഉണ്ടാവും നമുക്ക് ടൈപ്പ് ചെയ്യാൻ. അപ്പൊ അത്രയും പേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പറയുന്നത് 30 പേജ് അല്ലേ എന്ന് വിചാരിച്ച് സിമ്പിളാക്കി നോക്കണ്ട, വളരെ ടഫാണ്. കാരണം ഓരോ പോയിന്റും ഓരോ കുത്തും കോമയും ഇത് പല ഫോണ്ട് സൈസിലായിരിക്കും വരുന്നത്. ചിലതൊന്നും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഒരു വേർഡിന്റെ മിസ്റ്റേക്ക്, ഇപ്പൊ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേപ്പർ ഇററായി പോകും. അപ്പൊ ചില കമ്പനി നമുക്ക് പകുതി പൈസ ആയിരിക്കും തരിക, ചില കമ്പനി അത് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഒറ്റ പൈസ തരത്തില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഡെയിലി ടാർജറ്റ് ഇല്ലാത്തത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ടാർജറ്റ് ഉണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ടാർജറ്റ് ഉണ്ടാവും. അതില്ലാത്ത ഡാറ്റ എൻട്രി ജോബ്സ് അങ്ങനെ റെയർ ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ ഡെയിലി ടാർജറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഒഴിവാക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്, എനിക്ക് ഡാറ്റ എൻട്രി ജോബിൽ സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡാറ്റ എൻട്രി ജോബ് ചെയ്തിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് എന്താ പറയുക ഒരു വിൻ ആവാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, എത്ര ശ്രമിച്ചാലും ആ ഒരു ടാർജറ്റിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നവരും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ടൈപ്പിംഗ് സ്കില്ലും അതുപോലെ തന്നെ വേർഡ്സ് ഒക്കെ, ഇപ്പം ചിലവർക്ക് ഒരു വേർഡ് കേട്ടാൽ തന്നെ അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതല്ല ഇച്ചിരി ടൈപ്പിംഗ് ഒക്കെ സ്ലോ ആവുന്നവർക്ക് വളരെ കഷ്ടപ്പാടാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർ ഒരു ദിവസം മുഴുവൻ രാത്രിയൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ടും ആ ഒരു ടാർജറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരാണ്. പക്ഷേ ഈ ഒരു ഡാറ്റ എൻട്രിയിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉള്ളവരുണ്ട്, അല്ല എമൗണ്ട് കിട്ടുന്നവരും ഉണ്ട്. നല്ലൊരു സൈറ്റ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ ബേസ് ചെയ്തിട്ട് തന്നെ ഇഷ്ടം പോലെ ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലേ നിങ്ങൾ അത് നോക്കുക, അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ട് തന്നെ ഇഷ്ടംപോലെ ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുക, ഡാറ്റ എൻട്രി ജോബ്സ് ഇൻ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ ആണ് വേണമെങ്കിൽ ഡാറ്റ എൻട്രി ജോബ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനകത്ത് കുറേ കാണാം. അപ്പൊ അതിനകത്ത് ജെനുവിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്.
അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് വരുന്ന കമ്പനീസൊക്കെ ഓൾമോസ്റ്റ് ഒരു 90% റിയൽ ആണ്. അതിനകത്ത് ഫേക്ക് വരുന്നുണ്ട്, പക്ഷെ 90% കുഴപ്പമില്ല. അപ്പൊ ഈ ലിങ്ക്ഡിനിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഡെയിലി ടാർഗറ്റ് ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ എൻട്രി മാത്രമല്ല, കുറെ ജോബുകൾക്കുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഇപ്പം നമ്മൾ നൗക്കറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അതിനെക്കാട്ടും ഇച്ചിരിയും കൂടെ ഒരു ബെറ്റർ ആയി തോന്നുന്ന ഒന്നാണ് ലിങ്ക്ഡിൻ. അപ്പൊ ഈ ബാക്കിയുള്ള എല്ലാ ജോബും അവിടെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് അതിന്റെ അനുസരിച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഡാറ്റ എൻട്രി ഫീൽഡിലേക്ക് പോകുന്നവര് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. കാരണം ഡാറ്റ എൻട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും ഇതിനകത്ത് പിൻ ജനറേഷൻ അല്ലെങ്കിൽ യൂസർ ID, പാസ്വേഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡെമോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരും. അപ്പൊ ആ ഒരു പോസ്റ്റ് വഴി തരുന്നതിന് ഇത്ര പൈസ, അങ്ങനെയാണ് മെയിനായിട്ട് ഈ ഒരു ഡാറ്റ എൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 300 ആയിരിക്കാം, ചിലപ്പോൾ 1000 ആയിരിക്കാം, അങ്ങനെ പല റേഞ്ചിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒന്നും മാക്സിമം യൂസ് ചെയ്യണ്ട. കാരണം ഞാൻ അങ്ങനെയാണ് എടുത്തത്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഡാറ്റ എൻട്രിയിൽ ഫെയിലായ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ തന്നെ ആവണമെന്നില്ല. അത്യാവശ്യം ഒരു ടൈപ്പ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സുഖമായിട്ട് വിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ പുതുതായിട്ട് ഈ ഒരു ഡാറ്റ എൻട്രി ഫീൽഡിലേക്ക് വരുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഡാറ്റ എൻട്രി, അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ്, പിന്നെ ക്യാപ്ച വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാപ്ച വർക്കിനോടൊന്നും എനിക്ക് വലിയൊരു താല്പര്യമില്ല. കാരണം എൻ്റെ അറിവിൽ അതിന് എമൗണ്ട് കിട്ടിയ ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ അതിലൊന്നും വെറുതെ ടൈം കളയണ്ട. ഈ കോപ്പി പേസ്റ്റ്, ഈ ഒരു ഡാറ്റ എൻട്രി മെയിൻ ആയിട്ട് നോക്കിയോ. കോപ്പി പേസ്റ്റും ഈ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതും അങ്ങനെ എമൗണ്ട് കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഡാറ്റ എൻട്രിയിൽ എമൗണ്ട് കിട്ടും, അത് ഷുവർ തന്നെയാണ്. പക്ഷേ അതിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആയാൽ, നമ്മളെ ജോബ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. പക്ഷെ ആ ജോബ് കംപ്ലീറ്റ് ആക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഡാറ്റ എൻട്രീനെ പറ്റിയാണ്. അപ്പൊ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു പുതിയൊരു കണ്ടന്റുമായിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.